ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെൻ്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവൻ്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജൂൺ മാസത്തിൻ്റെ ഒരാഴ്ചവട്ടക്കാലം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം, 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 സ്തോത്രപ്പാ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. ആവശ്യമാർന്നതെല്ലാം ദാനമായി തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തിയ ദൈവത്തിന് സ്തോത്രം. വരാമായിരുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകാര്യങ്ങൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു, ആശുപത്രി മുറികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ആമേൻ കർത്താവേ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നു. ഹല്ലേലൂയ കർത്താവേ. ഞാനിപ്പോഴുള്ള കാര്യവുമായി കടന്നു ചെല്ലേണ്ടതിനായി എടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ രോഗികളോടും മനസ്സലിയണമേ കർത്താവേ. എല്ലാ രോഗികളും ഈ രാത്രികാലം സുഖകരമായി ഉറങ്ങുവാൻ ഇടയാക്കണമേ. സന്തോഷത്തോട് ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കൾക്കോട് സൗഖ്യം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല രാത്രികാലം ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങി ഉണർന്ന് കർത്താവിന് സ്തുതി സ്തോത്രം കരേറ്റുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. അപ്പം ഞങ്ങളുടെ ദൂരത്തും ചാർത്തുമാരിക്കുന്ന എല്ലാ മക്കളെയും ചാർത്ത് വയ്ക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, വീണ്ടും ഈ സന്ധ്യയാമത്തിൽ ഞങ്ങളുടെ ഭവനവും പരിസരവും അതിരുവരമ്പും വസ്തുവകയും സർവ്വസമ്പത്തും ഞങ്ങൾക്കുള്ള സകലത്തെയും പൊന്നുപാദപിടത്തിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അവിടുത്തെ കരുണയുടെ കരം ഞങ്ങളെ ചാർത്ത് പിടിക്കണേ. അത്ഭുതത്തിൻ്റെ കരം ചാർത്ത് പിടിക്കണേ. സമാധാനത്തിൻ്റെ കരം ഞങ്ങളെ ചാർത്ത് പിടിക്കണേ. ദിനംതോറും ഞങ്ങളെ ആ കരം പിടിച്ചവിടുത്തെ ആലോചനയിൽ നടത്തണമേ കർത്താവേ. ഞങ്ങളെല്ലാം ഇപ്പോഴും നന്ദിയുള്ള ഹൃദയത്തെ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. ഒന്നും മറന്നു പോകാതെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണം. അനേകാര്യങ്ങൾ മൺമറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വലിയ ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളും ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആമേൻ ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി പോകുവാൻ തക്കവണ്ണം ഓരോ ജീവിതങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ കുടുംബത്തെയും സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ മേൽ സ്വർഗത്തിലെ അപ്പൻ്റെ മറുപടി അയച്ച് എല്ലാവരെയും മാനിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.